ഹായ് ഗായ്സ്, സംതിങ് ഡെയിലിയിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ടോപ്പിക്കാണ് മാങ്ങാത്തര ഓർ ആം പാപ്പഡ്. ഇതിന് വേണ്ടി 2 മാംഗോ പീൽ ചെയ്തു, ബട്ട് ഒരെണ്ണം കിട്ടിയുള്ളൂ കേട്ടോ. നമുക്ക് അതിനെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ കുക്കറിൽ വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. 2 വിസിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ മസാല ചേർന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ജീരകം, പെരിഞ്ജീരകം, മുളക്, കുരുമുളക് പൊടി, പിന്നെ അജ്വൈൻ, ഉപ്പ് ഞാൻ 2 തരം എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് സോൾട്ടും പിങ്ക് സോൾട്ടും. ഇതൊക്കെ എടുത്ത് നമ്മൾ നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് അതിനെ ക്രഷ് ചെയ്തെടുക്കണം. മീൻ വയൽ നമ്മൾ ബോയിൽ ചെയ്ത മാംഗോ എടുത്ത് ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത അതേ പാനിലേക്ക് ഈ മാങ്ങ, ബ്ലെൻഡ് ചെയ്ത മാങ്ങ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടുന്നു. ഇച്ചിരി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1 കപ്പ് മാങ്ങ, 1.5 മാങ്ങ ബ്ലെൻഡ് ചെയ്ത് കിട്ടിയതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് ഷുഗർ, എനിക്ക് ഷുഗർ വലുതായിട്ട് വേണ്ടാത്തതുകൊണ്ട് 1/2 കപ്പ് ഷുഗറേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ഷുഗർ എടുക്കാം. ഓക്കെ, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമുക്ക് നല്ല ട്രാൻസ്ലൂസൻറ്റ് പോലത്തെ ഒരു കളറിലേക്കും പിന്നെ ഒരു ഇച്ചിരി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് പിടിക്കാൻ പറ്റുന്ന തിക്നെസ്സിലേക്കും വേണം. ഒന്ന് ബബിൾസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത മസാലക്കൂട്ട് അതിനകത്തേക്ക് ഇടണം. ഓക്കെ, ഇപ്പോൾ ഒരു കൈ കൊണ്ട് ഇതൊക്കെ ചെയ്യണോണ്ട് എല്ലാം കൂടി നടപടിയാണ്, കേസല്ല. മൊബൈൽ സ്റ്റാൻഡൊന്നും ഇല്ല. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വീഡിയോസ് അവിടെ ഇവിടെയൊക്കെ കട്ടാവുന്നുണ്ട്. നമ്മളിതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നമുക്കത് ആ ഒരു ട്രാൻസ്ലൂസൻറ്റ് കളറിലേക്ക് മാറണം. എപ്പോഴും ഒരു പച്ചപ്പുണ്ടല്ലോ, ആ പച്ചപ്പ് മാറി കിട്ടണം. ചിലവർ ഇതിൻ്റെ അകത്ത് കളർ ഈ സമയത്ത് ആഡ് ചെയ്യാറുണ്ട്. എനിക്ക് ഉപ്പ് കുറച്ച് കുറവ് കൊണ്ട് കുറച്ചും കൂടി ആഡ് ചെയ്തേ ഉള്ളൂ. കളർ ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ കളർ ഈ സമയത്ത് ആഡ് ചെയ്യാം. എനിക്ക് കളറിനോട് വലിയ ഫുഡിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ചും കൂടിയും ആവാൻ ഈ ഇട്ട സാധനങ്ങൾ, രണ്ടാമത് ഇട്ട സാധനങ്ങളൊക്കെ മിക്സായി വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഒരു ചെറിയൊരു വെച്ച് നാരങ്ങ, വേറെ നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ഇടാത്തതുകൊണ്ടും പിന്നെ ഒരു ഇച്ചിരി ടാങ്കി ടെക്സ്ചറും കൂടിയും ടാങ്കി ടേസ്റ്റും കൂടിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ ഇടുന്നത്. നാരങ്ങ നല്ലപോലെ പിഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല വീറ്റ് നൂഡിൽസിൻ്റെ അകത്തേക്ക് ഇത് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. നൂഡിൽസിൻ്റെ അകത്ത് മസാലയൊന്നും ഇല്ല കേട്ടോ, ഇത് മാത്രമായിട്ട്. പിന്നെന്താ, ഇത് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റും. അപ്പോൾ ഈ പ്ലേറ്റിലേക്ക് മാറ്റാൻ കുറച്ച് ഓയിൽ, ന്യൂട്രൽ ആയിട്ടുള്ള ഏതെങ്കിലും ടേസ്റ്റുള്ള ഓയിൽ വേണം പകർത്തി കൊടുക്കാൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു പാത്രമാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്, ബട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി കൂടുതലായതുകൊണ്ട് നമ്മൾ 2 പാത്രത്തിലേക്ക് പിന്നീട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം പാപ്പഡ് അല്ലേ, നല്ല ഈ ഒരു ഇത് ടെക്സ്ചർ കാണുമ്പോൾ ഇത് വെക്കാൻ തോന്നില്ല, നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റാണ് കേട്ടോ. മാങ്ങാത്തേര അല്ലെങ്കിൽ ആം പാപ്പട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്രായ ഓർമ്മ വരും. അതിൻ്റെ അകത്ത് ഞാൻ ആം പാപ്പട് അല്ലെങ്കിൽ മാങ്ങാത്തേര കഴിക്കുന്നത് നാട്ടിലോട്ട് വന്ന് തിരിച്ചു പോകുമ്പം ട്രെയിനിൽ മേടിക്കുന്നതാണ് കൂടുതലും. അത് പക്ഷേ എരിവും പുളിയൊന്നുമില്ല, ജസ്റ്റ് നല്ല മധുരമുള്ള മാങ്ങാത്തേര ആയിരിക്കും. ബട്ട് നോർത്ത് ഇന്ത്യ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് ഇതേപോലെ ടാങ്കി ടെക്സ്ചറുള്ള അല്ലെങ്കിൽ മസാല മിക്സ്ചറുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള കഴിക്കാൻ കിട്ടും. ഇപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, അങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ കേട്ടോ. നമ്മളിത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉണക്കണേൻ്റെ കാലയളവ് എന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ 2 ദിവസം പുറത്ത് വയ്ക്കുക. അതല്ല എന്ന് വെച്ചാൽ നല്ല കാറ്റിൻ്റെ താഴെ, ഫാനിൻ്റെ താഴെ വെച്ചാൽ ഇത് ഉണങ്ങി കിട്ടും കേട്ടോ. ബട്ട് ചിലപ്പോൾ 2 ഡേയ്സിന് 3 ഡേയ്സ് ഓർ 4 ഡേയ്സ് എടുക്കും. ഇങ്ങനെ നല്ലപോലെ ഈവൻലി സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഉണക്കാൻ വയ്ക്കുന്നതാണ്. എന്നിട്ട് ഉണങ്ങി എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിത് നേരത്തെ
കഴിച്ചു തുടങ്ങി കേട്ടോ. ഒരു ഉണക്കമൊക്കെ വന്നപ്പോഴേക്കും ഞാൻ കഴിച്ചു തുടങ്ങി. പിന്നെ നമ്മളിത് എടുത്ത് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നല്ലപോലെ കട്ട് ചെയ്തിട്ട്, എനിക്കിത് ഒറ്റ കൈ കൊണ്ട് ചെയ്യാൻ ഭയങ്കര പാടായതുകൊണ്ടുള്ള ചെറിയ ക്യാമറ പശകളുണ്ട്. ബട്ട് ഐ വിൽ ട്രൈ. സോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ മാത്രം കട്ട് ചെയ്താൽ പോരാ, ആ സൈഡിലും കൂടിയും കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം അത് നല്ലപോലെ ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുമല്ലോ, അപ്പം അവിടെ ഒട്ടിപ്പിടിക്കാം. ഇനി ഇതേപോലെ റോൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുക, കഴിക്കുക ചെയ്യാം. ഇത് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ നിങ്ങളും ട്രൈ ചെയ്യുക. ചൂടുകാലമല്ലേ, നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടാവും. ഈ 2 മാങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് മാമൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ 2 മാങ്ങയാണ്. അപ്പം ടേസ്റ്റ് ട്രൈ, പിന്നെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ എന്തെങ്കിലും റെസിപ്പി ട്രൈ ഉണ്ടാണെങ്കിൽ കമൻറ്റും ചെയ്യാം. ഓക്കെ, സോ ഹാപ്പി കുക്കിംഗ്. See ya.